ഫുട്ബോൾ ലോകത്ത് മികച്ച ടീമുകളും മികച്ച താരങ്ങളും വന്നും പോയിക്കൊണ്ടേയിരുന്നു. അതങ്ങ് പോർച്ചുഗലും സംഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പക്ഷേ അവർക്കൊന്നും ആ ജനതയുടെ സ്വപ്നങ്ങൾക്കൊത്ത് ഉയരുവാനോ ഒരു കിരീടം അവർക്ക് സമ്മാനിക്കുവാനോ സാധിക്കുന്നതായിരുന്നില്ല. എങ്കിലും നിരാശയുടെ പടുകുഴിയിൽ വീണുപോയപ്പോഴും അവർ ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള സ്വപ്നങ്ങളെ ഓരോ നിമിഷവും ഓരോ വർഷവും ഓരോ മണിക്കൂറിലും മനസ്സിൽ നെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 1986 മെക്സിക്കോയിൽ വേൾഡ് കപ്പ് ഒരുങ്ങി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പോർച്ചുഗൽ ടീമിന് ആ വേൾഡ് കപ്പിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ ജനത ഏറെ പ്രതീക്ഷയോടെയാണ് ആ മെക്സിക്കൻ വേൾഡ് കപ്പിനെ നോക്കിക്കണ്ടത്. എന്നാൽ നോക്കൗട്ട് റൗണ്ടിൽ അന്നത്തെ എതിരാളിയായിരുന്ന മൊറോക്കോയ്ക്ക് മുന്നിൽ യുസേബിയുടെ പിൻതലമുറക്കാർ അപമാനിതരായി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ പരാജയം പോർച്ചുഗൽ ജനതയെ അപ്പാടെ തകർത്ത് കളഞ്ഞു. അന്നത്തെ പോർച്ചുഗൽ തെരുവുകൾ കണ്ണീർ കടലായി. അവരുടെ പാരമ്പര്യത്തെയും ജീവിതശൈലിയെയും വരെ ആ പരാജയം ബാധിച്ചുകൊണ്ടിരുന്നു. അന്ന് മുതൽ ആ ജനത കാത്തിരിക്കുകയായിരുന്നു എന്നെങ്കിലും ആ പ്രതികാരം വീട്ടാൻ. തങ്ങളുടെ സ്വപ്നത്തെയും മനസ്സിനെയും തകർത്ത മൊറോക്കയെ ഒരിക്കലെങ്കിലും പരാജയപ്പെടുത്തുവാൻ. എന്നാൽ ആ കാത്തിരിപ്പ് നീണ്ടുപോയി. ലോകകപ്പ് വേദികൾ മാറി വന്നു. പക്ഷേ ഒറ്റത്തവണ പോലും മൊറോക്കോയും പോർച്ചുഗലും തമ്മിൽ നേർക്കുനേർ വന്നിരുന്നില്ല. അങ്ങനെ 2018 വേൾഡ് കപ്പ് റഷ്യയിൽ ഒരുങ്ങി. നീണ്ട 32 വർഷത്തിന് ശേഷം അവർ നേർക്കുനേർ നേരിടാൻ പോകുന്നു. തങ്ങളുടെ പ്രതികാരം അവസാനിക്കാൻ പോകുന്നു എന്ന് പോർച്ചുഗൽ ജനത സ്വപ്നം കണ്ടു. മറുപുറത്താണെങ്കിൽ മൊറോക്കോയ്ക്ക് അതൊരു ജീവമരണ പോരാട്ടമായി തീർന്നു. തോറ്റാൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തേക്കുള്ള വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെ ആ 90 മിനിറ്റും മരണതുല്യം അവർ പോരാടി. മികച്ച രീതിയിൽ മികച്ച കളി പുറത്തെടുത്തു. എല്ലാ മേഖലയിലും എല്ലാ കണക്കിലും അവർ തന്നെയായിരുന്നു മുന്നിൽ. എന്നാൽ പക്ഷേ മത്സരം മൊറോക്കോ പരാജയപ്പെടുകയാണ്. സ്കോർ ബോർഡിൽ 1-0 എന്ന മാർജിൻ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. മൊറോക്കൻ ആരാധകരുടെ കണ്ണുകളിൽ കണ്ണീരങ്ങനെ നിറഞ്ഞൊഴുകി. ആ അവ്യക്തതയിൽ അവർക്ക് മുന്നിൽ ഒരു രൂപം തെളിയുന്നുണ്ടായിരുന്നു. ആരവങ്ങൾക്കിടയിൽ വെളുത്ത അയനങ്ങളാൽ അതങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന് പൊന്തുന്നുണ്ട്. അത് തങ്ങളുടെ അന്തകനായിരുന്നുവെന്ന് മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. പോർച്ചുഗൽ ജനത അഭിമാനത്തോടെ അവരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: 86 ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ അവന് വെറും 16 മാസമേ പ്രായമുണ്ടായിരുന്നു. നിങ്ങൾ സമ്മാനിച്ച മുറിവിനെ മായ്ച്ചു കളയുവാൻ 1 വർഷം മുന്നേ ഞങ്ങൾക്ക് വേണ്ടി ആ നായകനെ കാലം സമ്മാനിച്ചിരുന്നു. അവൻ്റെ ചിറകിലേറിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതെ, നിങ്ങൾ ദർശിക്കുക. അതാണ് 32 വർഷത്തെ കണക്ക് തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈ മണ്ണിൽ പിറവികൊണ്ട മനുഷ്യായുസ്സ്. ചരിത്രം അങ്ങനെയാണ്. അല്ലെങ്കിൽ പോർച്ചുഗലിലെ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രം അയാളിലൂടെയാണ് ലോകം വായിക്കപ്പെടുന്നത്. 2004 വരെ പോർച്ചുഗൽ എന്ന രാജ്യം തങ്ങളുടെ ചരിത്രത്തിൽ അന്നേ വരെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പോലും ഫൈനലിൽ എത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു 19 വയസ്സുകാരൻ പയ്യൻ ഡച്ചിനെതിരെ നേടിയ ആ ഗോളിന് ആദ്യമായി ആ ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമായിരുന്നു. ശേഷം എണ്ണം പറഞ്ഞ 3 ഫൈനലുകൾ, 3ലും സെമി കടന്നത് ക്രിസ്റ്റിയുടെ ഗോളുകളിൽ തന്നെ. യൂറോ 2016 വെയിൽസിനെതിരെയുള്ള ആദ്യ ഗോൾ, യുഎഫ്എ നാഷൻസ് ലീഗിൽ 2019 സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ഹാട്രിക്. അങ്ങനെയാണ് അയാളുടെ രാജകീയമായ 2 എൻട്രികളും. അന്ന് 2004 19-ാം വയസ്സിൽ തൻ്റെ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച അതേ മനുഷ്യൻ തന്നെ ഇതാ വീണ്ടും 40-ാം വയസ്സിൽ മറ്റൊരു ഫൈനലിലേക്ക് പോർച്ചുഗൽ നാഷണൽ ടീമിനെ എത്തിച്ചിരിക്കുന്നു. അവിടെയും ചരിത്രമുണ്ട്. 25 വർഷത്തിന് ശേഷം ജർമ്മനിക്കെതിരെയുള്ള ആദ്യ വിജയം. എന്തൊരു കഥയാണ് അയാളുള്ളത്. പോർച്ചുഗൽ നാഷണൽ ടീമിന് പോലും ഈ ലോകത്തൊരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലും ആ മനുഷ്യനിലൂടെയായിരുന്നു. അയാളുടെ സമകാലിക ഇതിഹാസങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഫിഗോ യുസിയോബ കഥകൾ അയാൾക്ക് മുകളിൽ എത്ര ചാർത്തി ന്യായീകരിക്കുവാൻ ശ്രമിച്ചാൽ പോലും കാലത്തിൻ്റെ കണക്കുകൾ അവയോടെന്നും സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അർജന്റീനയ്ക്കും മെസ്സിക്കും നെയ്മറിനും ബ്രസീലിനുമെല്ലാം മുന്നിൽ പാരമ്പര്യത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് മുന്നിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വെളിച്ചം മാത്രമാണ് ഇന്നേ വരെ വഴിതെളിച്ചിട്ടുള്ളത്. എന്നിട്ടും എല്ലാം മറന്ന് ആ ജനത അയാളെ വിശ്വസിച്ചിരുന്നു.
സമ്മർദ്ദങ്ങളിൽ സൗന്ദര്യം വിരിയിക്കുന്ന, നിരാശകളിൽ നിന്നും പ്രകാശം പരത്തുന്ന, മുൻവിധികൾ ഒറ്റയ്ക്ക് തിരുത്തി കുറിക്കുന്ന ആ മനുഷ്യനെ അവർ അകമഴിഞ്ഞ് ആരാധിച്ചു. അയാളും ആ രാജ്യത്തെ തോളിലേറ്റിക്കൊണ്ട് ലോകം ചുറ്റാൻ ആരംഭിച്ചു. അത് പിന്നീട് പോർച്ചുഗലിനെ ഈ ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്തിച്ചു. ഫുട്ബോൾ ലോകത്തിലെ വമ്പന്മാർക്കിടയിലേക്ക് അയാൾ ആ ടീമിനെയും കൊണ്ട് കുതിച്ച് കയറിക്കൊണ്ടിരുന്നു. അതെ, പിന്നീട് ലോകം ഫുട്ബോളിൽ പോർച്ചുഗലിനെ വാഴ്ത്താൻ ആരംഭിച്ചു. അതിനിടയിൽ മാഞ്ചസ്റ്ററിലും മാൻഡ്രിഡിലും യുവന്റസിലും കണ്ടുതീർത്ത ചരിത്രങ്ങളിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇതിഹാസത്തിന് സിംഹാസനം അയാൾക്കായി ഒരുക്കി കൊടുക്കേണ്ടി വന്നു. മൈതാനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ ഓരോ ആരാധകൻ്റെയും സിരകളെ ചൂടുപിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ലോങ് റേഞ്ചുകളും ഹെഡറുകളും ബൈസൈക്കിളും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വ്യത്യസ്ത ലീഗുകളിലെ കണക്കുകളെല്ലാം ചരിത്രം കുറിച്ചുകൊണ്ടേയിരുന്നു. വെല്ലുവിളികൾ സംഹരിക്കുന്ന മണിക്കൂറുകളും എൽ ക്ലാസിക്കോയിലെ പ്രതികാരശേഷികളും എല്ലാം അങ്ങനെ കടന്നുപോയി. അതിനിടയിൽ നാഷണൽ വേദികളിൽ 100 തവണയായ പോർച്ചുഗൽ ടീമിനെയും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒറ്റയ്ക്ക് യുദ്ധങ്ങൾ ജയിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ മനുഷ്യർക്കും 2 കഥകളുണ്ടാകും. ഒന്നയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്നയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. അതിനനുർത്ഥമാക്കും വിധത്തിൽ പട്ടിണിയിലേക്ക് പിറന്നു വീണ് അവിടെ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായി ജീവിക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യൻ്റെ പേരായിരുന്നില്ലേ ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന്. സദാ മരണത്തോടും പരാജയങ്ങളോടും പരിഹാസനങ്ങളോടും തോൽവി സമ്മതിക്കുന്നൊരു സാധാരണ മനുഷ്യനായി അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ നാമത്തിൻ്റെ തുരുമ്പ് പോലും ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നില്ലല്ലോ. Cristiano Ronaldo embarked upon his own journey from Funchal to Lisbon to Manchester. കാൽപന്ത് ലോകത്തേക്ക് വന്ന നാൾ മുതൽ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് കയറിയ പെരുമയേറുന്ന അയാളുടെ ഇതിഹാസ ചരിത്രങ്ങളെ അന്ധമായി വെറുത്തിരുന്നവരും ദാഹശമനത്തിനായി അയാളുടെ ചുടുചോരയ്ക്കായി കാത്തുനിന്നവരും എത്ര തവണയാണ് റൊണോ ചൂടിൽ ദഹിച്ചു പോയിരിക്കുന്നത്. അയാളുടെ പരാജയം കാണുവാൻ അമ്പലങ്ങളിലും പള്ളികളിലും അഭയം പ്രാപിച്ച നിങ്ങളുടെ വിശ്വാസങ്ങളെപ്പോലും എത്രയോ തവണയാണ് തൻ്റെ ബലിഷ്ഠമായ കണങ്കാലിലെ മാന്ത്രികത കൊണ്ട് അയാൾ തല്ലിത്തകർത്തിട്ടുള്ളത്. പകരക്കാരനാകുവാൻ അയാൾ ചുമലിലേറ്റിക്കൊണ്ടുവന്ന പോർച്ചുഗൽ ചരിത്രത്തിലെ ഇതിഹാസങ്ങളുടെ കെട്ടുകഥകൾക്ക് പുകൾപ്പറ്റ ആരുമുണ്ടായിരുന്നില്ല. ശേഷം അയാൾക്ക് പകരമാകുവാൻ ഇന്ന് ഈ ലോകത്ത് മറ്റൊരു പിറവി ജന്മമെടുത്തിട്ടില്ല. പാരമ്പര്യങ്ങളുടെ ശൈലിയെ കുട്ടിയാഘോഷിക്കാൻ നിൽക്കാതെ തൻ്റെ പേരിനെ ഈ ലോകത്തിൻ്റെ ആഘോഷത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ റൊണോ ചെയ്തത്. അതും വേദനകളെയും അപമാനങ്ങളെയും പോരടിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട്. അന്നൊരു പക്ഷേ തിരിഞ്ഞോടിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾ അയാളെ ആരാധിക്കില്ലായിരുന്നു, അയാളിനാൽ പ്രചോദിക്കില്ലായിരുന്നു. മനസ്സു നിറയെ നന്മയും ജീവിതം മുഴുവൻ പോരാട്ടങ്ങളും കൊണ്ട് നേടിയെടുത്ത ഈ വീരസിംഹാസനവും ഇന്നുണ്ടാകുമായിരുന്നില്ല. ഓരോ കളിമൈതാനം ഒരുങ്ങുമ്പോഴും ഓരോ യുദ്ധകാഹളങ്ങൾ മുഴങ്ങുമ്പോഴും അയാളിലെ മാന്ത്രികത തങ്ങളുടെ രക്ഷക്കായി എത്തുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ഒരു കൂട്ടം ജനത കണ്ണിമ വെട്ടാതെ കാത്തിരുന്നില്ലേ. എന്നാൽ കാലചക്രം കറങ്ങി അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷയുടെ ശോഭയ്ക്ക് മങ്ങലേൽക്കുകയായിരുന്നില്ലേ. എന്നിട്ടും പക്ഷേ അത്ഭുതങ്ങളുടെ നായകനിലേക്കുള്ള അവരുടെ വിശ്വാസം ഒട്ടും നശിച്ചിരുന്നില്ല. പരിക്കും മകൻ്റെ മരണവും തോളിൽ കൈയിട്ട് നടന്നവരുടെ പരിഹാസനങ്ങൾക്കും നടുവിലും അയാൾ പുനർജനിച്ചില്ലേ. ഒറ്റപ്പെടുത്തലുകൾക്കും അപമാനങ്ങൾക്കും ഇടയിലും തലയുയർത്തി പിടിച്ചില്ലേ. പ്രായം മനസ്സിനെയും ശരീരത്തെയും തളർത്തുവാൻ ശ്രമിച്ചപ്പോൾ പോലും ഉയർത്തെഴുന്നേറ്റതല്ലേ. 40-ാം വയസ്സിലും ഒരു യുദ്ധം കൂടി ജയിക്കുവാൻ അയാൾക്ക് സാധിച്ചതല്ലേ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും മുത്തശ്ശിക്കഥകളിലുമെല്ലാം നിങ്ങൾക്കൊട്ടനവധി സാഹസികത പേറുന്ന നായകന്മാരെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇത് ഞാനും നീയുമെല്ലാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ പ്രത്യക്ഷമായി നിലകൊള്ളുന്ന, മുന്നിൽ വിളയാടുന്ന ഐതിഹാസികത പേറുന്ന ജന്മത്തിൻ്റെ കഥയാണ്. ലോകത്തെ പ്രചോദിപ്പിച്ചവൻ്റെ കഥയാണ്. തോൽവിക്കെതിരെ പോരാടുവാൻ പ്രേരിപ്പിച്ചവൻ്റെ കഥയാണ്. കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കഥയാണ്. ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അവതാരം കൊണ്ട നായകനാണ്. അത് സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ 207. Work of art. He comes to life when his team needs him. It's him again. It's always him. Winning lead. Call 7 for Ronaldo.